നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റിയും അതേപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സൂപ്പർ വിഭവമാണ് രാജ്മയും ക്യാപ്സിക്കവും കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിഡിലം ഐറ്റമാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, അതേസമയം ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വരാം എങ്ങനെയാണിത് ചെയ്തെടുക്കുന്നതെന്ന്. ആദ്യം ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള രാജ്മ ചേർത്ത് കൊടുത്തു. ഇതൊരു 1.5 കപ്പ് രാജ്മയാണ്. ഇതിലേക്ക് ഇത് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഒരു 10 വിസിൽ വരുന്നവരെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് 2 ക്യാപ്സിക്കമാണ്. ഈ ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ മുകൾ ഭാഗം കളയണ്ട. ഇതുപോലെ ഈ അരി നമുക്കിതൊന്ന് കളഞ്ഞിട്ടെടുക്കാം. ഈ അകത്തുള്ള ഈ ഒരു ഇതൊന്നും കളഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള വേണം, കുറച്ച് മല്ലിയില, തക്കാളി, പച്ചമുളക്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, മീഡിയം സൈസിലുള്ള സവോളയാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പച്ചമുളക്, കുറച്ചധികം തന്നെ മല്ലിയിലയും. അപ്പം നമ്മുടെ രാജ്മ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ മതി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചെടുത്തത്, അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ മിക്സായി വന്ന് നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള രാജ്മ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ക്യാപ്സിക്കത്തിൽ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കണം. നല്ലതുപോലെ മല്ലിയില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അല്ലാതെ വെറുതെ ഇത് തന്നെ ഇങ്ങനെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പോൾ അത് ഞാൻ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഇത് കുറച്ചുകൂടി ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 ക്യാപ്സിക്കത്തിലേക്കും ഇത് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് അടച്ചു കൊടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഞെട്ട് അങ്ങോട്ട് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ അത് ഞാൻ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രൈയിലാണ് ചെയ്യുന്നത്. നമുക്ക് മറ്റേ പാനിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യുന്നത്. 15 മിനിറ്റ് വെക്കുന്നുണ്ടെങ്കിലും ഒരു 12 മിനിറ്റിൽ തന്നെ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് പ്രീഹീറ്റിനെ വെച്ചിട്ടുണ്ട്. പ്രീഹീറ്റ് നടക്കുകയാണ്. അപ്പോൾ അതാ ഒരു സിലിക്കോണിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവനത ആഡ് ഫുഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഫുഡ് വെച്ച് കൊടുക്കാം. സോറി, എയർ ഫ്രയറാണ്, ഓവൻ എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമുക്ക് എയർ ഫ്രയർ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കായിട്ട് ഒരു 12 മിനിറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആയപ്പോഴേക്കും ഞാനത് തുറന്നിട്ടുണ്ടായിരുന്നു. ഇതായിപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിൽ നിന്ന് ഇനി പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം, അല്ലാതെ വേണമെങ്കിലും കഴിക്കാം. നല്ല കിഡിലെ ഒരു ഐറ്റമാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും ഇത് ചെയ്ത് നോക്കാൻ നമുക്ക് തോന്നും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കിഡിലം വിഭവം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും